നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 12-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം കമൻറ്റിലും നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള വിവിധ വികസന ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പഞ്ചായത്തുകളിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഓരോ വാർഡിലും ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് നിലവിലുള്ള ഗുണഭോക്തൃ പട്ടിക പുനഃപരിശോധിക്കുകയും പുതിയ അർഹരെ കണ്ടെത്തുകയും ചെയ്യുന്നു. താല്പര്യമുള്ളവർ വാർഡ് മെമ്പർമാർ വഴിയോ പഞ്ചായത്ത് ഓഫീസിൽ നിന്നോ ലഭിക്കുന്ന അപേക്ഷാ ഫോമുകൾ കൃത്യമായി ഫില്ല് ചെയ്ത് സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ അടച്ച രസീതിൻ്റെയോ കാർഡിൻ്റെയോ പകർപ്പ് നിർബന്ധമായിട്ടും ഉള്ളടക്കം ചെയ്തിരിക്കണം. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, വീട്ടമ്മമാർ, ജൈവ കർഷകർ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്ന നിരവധി പദ്ധതികളാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത്. പിന്നോക്ക വിഭാഗക്കാർക്കുള്ള വീട് പുനരുദ്ധാരണ സഹായം, ഭിന്നശേഷിക്കാർക്ക് 3 ചക്ര സ്കൂട്ടറുകളും സഹായ ഉപകരണങ്ങളും, വിദ്യാർത്ഥികൾക്കുള്ള വിവിധ സ്കോളർഷിപ്പുകൾ തുടങ്ങി ഒട്ടനവധി ആനുകൂല്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അതിനാൽ വരും ദിവസങ്ങൾ നടക്കുന്ന ഗ്രാമസഭകളിൽ കൃത്യമായി പങ്കെടുത്ത് ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ നൽകി ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. വൈദ്യുതി ബിൽ കുടിശ്ശിക തീർക്കാൻ ഉപഭോക്താക്കൾക്കായി വമ്പൻ ഇളവുകളുമായിട്ട് KSEB. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ഭാഗമായിട്ട് 2 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കുടിശ്ശികകൾ ഇനി വളരെ എളുപ്പത്തിൽ അടച്ചു തീർക്കാം. ഒക്ടോബർ 31 വരെയാണ് ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാകുന്നത്. ഈ പദ്ധതി പ്രകാരം 10 വർഷത്തിലധികം പഴക്കമുള്ള കുടിശ്ശിക തുകയുടെ നിലവിലുള്ള 18% പലിശ 8% കുറയും. 5 മുതൽ 10 വർഷം വരെയുള്ള കുടിശ്ശികകൾക്ക് 7%, 2 മുതൽ 5 വർഷം വരെയുള്ളവയ്ക്ക് 6% പലിശയും നൽകിയാൽ മതിയാകും. കൂടാതെ ഈ പലിശ തുക 6 മാസത്തെ തുല്യഗഡുക്കളായി അടയ്ക്കാനും അവസരമുണ്ട്. കുടിശ്ശികയായ അസൽ തുകയും കുറച്ച പലിശ തുകയും ചേർത്ത് ഒറ്റത്തവണയായി അടയ്ക്കുന്നവർക്ക് അസൽ തുകയിൽ 5% അധിക ഇളവും അനുവദിക്കുന്നതാണ്. റവന്യൂ റിക്കവറി നേരിടുന്നതോ കോടതി കേസുകളിൽ ഉള്ളതോ ആയിട്ടുള്ള കുടിശ്ശികകളും കേബിൾ TV ഉടമകളുടെ പോസ്റ്റ് വാടക കുടിശ്ശികയും ഒക്കെ തന്നെ നിബന്ധനകൾക്ക് വിധേയമായിട്ട് ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാവുന്നതാണ്. ലോ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് അതത് സെക്ഷൻ ഓഫീസുകളിലും, ഹൈ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് സ്പെഷ്യൽ ഓഫീസർ റവന്യൂ കാര്യാലയത്തിലുമാണ് ഇതിനായിട്ട് ബന്ധപ്പെടേണ്ടത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഡ്രൈവിംഗ് ലൈസൻസുകളുടെ കാലാവധിയിലുണ്ടായ മാറ്റങ്ങൾ പൊതുജനങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. 2019 മോട്ടോർ വാഹന നിയമ ഭേദഗതിക്ക് ശേഷമാണ് ലൈസൻസ് കാലാവധി നിശ്ചയിക്കുന്നതിൽ വലിയ മാറ്റങ്ങൾ വന്നത്. ഈ ഭേദഗതിക്ക് മുൻപ് സാധാരണ വാഹനങ്ങളുടെ ലൈസൻസ് കാലാവധി പരമാവധി 20 വർഷം അല്ലെങ്കിൽ വ്യക്തിക്ക് 50 വയസ്സ് തികയുന്നത് വരെയായിരുന്നു. അതിനുശേഷം ഓരോ 5 വർഷം കൂടുമ്പോഴാണ് ലൈസൻസ് പുതുക്കേണ്ടിയിരുന്നത്. എന്നാൽ 2019 ശേഷം എടുത്തതോ പുതുക്കിയതോ ആയിട്ടുള്ള ലൈസൻസുകൾക്ക് പ്രായപരിധി അടിസ്ഥാനമാക്കിയാണ് പുതിയ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് 30 വയസ്സിൽ താഴെയുള്ളപ്പോൾ എടുക്കുന്ന ലൈസൻസുകൾക്ക് ആ വ്യക്തിക്ക് 40 വയസ്സ് തികയുന്നത് വരെ കാലാവധി ഉണ്ടാകും. ഉദാഹരണത്തിന് 18-ാം വയസ്സിൽ ലൈസൻസ് നേടുന്ന ഒരാൾ അത് പിന്നീട് പുതുക്കേണ്ടത് 40-ാം വയസ്സിലാണ്. 30 മുതൽ 50 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കാലാവധി 10 വർഷമായിരിക്കും. അതായത് 31-ാം വയസ്സിൽ ലൈസൻസ് നേടുന്നയാൾ 41-ാം വയസ്സിലാണ് അത് പുതുക്കേണ്ടത്. ഇനി 50 മുതൽ 55 വയസ്സ് വരെയുള്ള സമയത്താണ് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ 60 വയസ്സാകുന്നത് വരെ മാത്രമായിരിക്കും കാലാവധി. ഉദാഹരണത്തിന് 54-ാം വയസ്സിൽ ലൈസൻസ് നേടുന്ന വ്യക്തിക്ക് 6 വർഷത്തെ കാലാവധിയാണ് ലഭിക്കുക. 55 വയസ്സിന് മുകളിലുള്ളവർക്ക് ഓരോ 5 വർഷം കൂടുമ്പോൾ ലൈസൻസ് പുതുക്കണം. ഇതോടൊപ്പം മീഡിയം, ഹെവി ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ലൈസൻസ് കാലാവധി 2019 മുൻപ് 3 വർഷമായിരുന്നത് ഭേദഗതിക്ക് ശേഷം 5 വർഷമായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. മുൻ സർക്കാർ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട 2 പദ്ധതികളായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷനും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയും. എന്നാൽ ഈ പദ്ധതികളിൽ ഒരെണ്ണം മാത്രമായിരിക്കും പുതിയ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സാമ്പത്തിക ധനസഹായം നൽകുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി തുടരാനായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ഇതിനായിട്ടുള്ള ധനസഹായ വിതരണ നടപടികളൊക്കെ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മുൻഗണനാ റേഷൻ കാർഡുള്ള 35-നും 60 വയസ്സിനിടയിൽ പ്രായമുള്ള ഏകദേശം 18 ലക്ഷത്തോളം സ്ത്രീകൾക്കായിട്ട് വിഭാവനം ചെയ്ത സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇതുവരെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മുൻപ് 2 ഗഡുക്കൾ വിതരണം ചെയ്തിരുന്ന ഈ പദ്ധതിയുടെ ഓണക്കാലത്തെ കുടിശ്ശിക തുക അത് വിതരണം ചെയ്യുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല.
കൂടാതെ മുൻപ് സേവന പോർട്ടൽ വഴി അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സൗകര്യം നീക്കം ചെയ്തതും ഈ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കപ്പെടുന്നു എന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത്. അതിനാൽ ഈ ആനുകൂല്യം ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. നിലവിൽ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന പ്രധാന ആനുകൂല്യം ഇന്ദിരാ ഗ്യാരണ്ടി സ്കീമിൽ ഉൾപ്പെടുത്തിയ KSRTC ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്ര മാത്രമാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റ് പുതിയ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം നിലവിൽ സാധാരണ നിലയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. റേഷൻ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിനൊപ്പം തന്നെ സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള അധിക ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് ലഭിക്കേണ്ട കേന്ദ്ര ടൈഡ് ഓവർ വിഹിതത്തിൽ ഈ വർഷം കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. മുൻപ് 33,000 മെട്രിക് ടൺ ആനുകൂല്യം ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇത്തവണ ലഭിച്ചതാകട്ടെ 27,000 മെട്രിക് ടൺ മാത്രമാണ്. അരി ഉൾപ്പെടെ വിഹിതത്തിൽ ഈ കുറവുണ്ടാവുകയും ലഭ്യമായ ഗോതമ്പ് ആവശ്യത്തിന് തികയാതിരിക്കുകയും ചെയ്തതോടെ കിലോയ്ക്ക് 23 രൂപ നിരക്കിൽ തുക മുടക്കിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ വിഹിതം വാങ്ങി ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ ഓണക്കാലത്ത് 10 രൂപ 90 പൈസ നിരക്കിൽ ആനുകൂല്യങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നെങ്കിലും കേന്ദ്ര വിഹിതത്തിലെ ഇടിവ് കാരണം ആ രീതി തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. എങ്കിലും സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ചും APL വിഭാഗത്തിലുള്ളവർക്ക് മുൻഗണന നൽകിക്കൊണ്ട് സ്പെഷ്യൽ അരി വിഹിതം ലഭ്യമാക്കിയിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കാർഡുടമകൾക്ക് റേഷൻ കടകൾ വഴി ഈ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. സാധാരണ വിഹിതത്തിന് പുറമെ അധികമായി പ്രഖ്യാപിച്ച 10 കിലോ ഗുണമേന്മയുള്ള അരി കൈപ്പറ്റാൻ എല്ലാ റേഷൻ കാർഡ് ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. വരുന്ന ഓണാഘോഷത്തോടനുബന്ധിച്ചുകൊണ്ട് കേരളത്തിലെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ഗുണഭോക്താക്കൾക്കായിട്ട് ഇപ്പോൾ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതിയോടെ 2 ഗഡുക്കൾ പെൻഷൻ തുക ഒരുമിച്ച് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാനുള്ള സജീവമായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ ഔദ്യോഗിക ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങുമെങ്കിലും ഒരു ഗഡു തുക ഓഗസ്റ്റ് 25-ന് മുൻപായി തന്നെ സുനിശ്ചിതമായിട്ട് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതോടൊപ്പം പ്രവാസി ക്ഷേമനിധി ബോർഡിലെയും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെയും ഒക്കെ തന്നെ ദീർഘകാല കുടിശ്ശികകൾ തീർപ്പാക്കാനും അനുകൂലമായിട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതേസമയം പെൻഷൻ തടസ്സമില്ലാതെ തുടർന്നും ലഭിക്കുന്നതിനായിട്ട് എല്ലാ ഗുണഭോക്താക്കളും 2026 സെപ്റ്റംബർ 30-ന് മുൻപായി തന്നെ വാർഷിക മസ്റ്ററിംഗ് നടപടികളും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവും പൂർത്തിയാക്കേണ്ടതുണ്ട്. നേരിട്ടെത്താൻ സാധിക്കുന്നവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. എന്നാൽ കിടപ്പ് രോഗികളും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ ബുദ്ധിമുട്ടുള്ള അവശതയുള്ളവരും തങ്ങളുടെ വിവരങ്ങളും വിലാസവും സമീപത്തെ അക്ഷയ കേന്ദ്രങ്ങളിലോ നിങ്ങളുടെ വാർഡ് മെമ്പർ വഴിയോ അറിയിച്ചാൽ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി തന്നെ ഹോം മസ്റ്ററിംഗ് പൂർത്തിയാക്കി നൽകുന്നതാണ്. കൂടാതെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള DBT സംവിധാനമാണ് സർക്കാർ ഇപ്പോൾ നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ ബാങ്ക് അക്കൗണ്ട് വഴി കൃത്യമായിട്ട് പെൻഷൻ തുക ലഭിക്കുന്നവർ അക്കൗണ്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതുവരെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരും അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ തുക കൈപ്പറ്റിയിരുന്നവരുമൊക്കെ തന്നെ അടിയന്തരമായിട്ട് പുതിയ ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുകയോ നിലവിലുള്ള സജീവമല്ലാത്ത അക്കൗണ്ടുകൾ KYC രേഖകൾ സമർപ്പിച്ച് ആക്റ്റീവ് ആക്കുകയോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുത്തനെ വർധനവ് രേഖപ്പെടുത്തി. ചൊവ്വാഴ്ച ഓഗസ്റ്റ് 11-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 290 രൂപ കൂടി 14,220 രൂപയിലും പവന് 2,320 രൂപ കൂടി 1,13,760 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങളെ വിളിച്ചപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതൊരു കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.